ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഇത് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് ജൂൺ മാസത്തിൽ സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിന് ഇട കാണുന്നു. നിങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ചില അവിട്ടം നക്ഷത്രക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. വിവാഹമൊക്കെ നടക്കും. വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക്, സ്വപ്നം കണ്ടിരുന്നവർക്ക് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അത് ചിലരൊക്കെ മിസ്യൂസ് ചെയ്യും. അതായത് നിങ്ങളെ നന്നായിട്ട് അവരെ ഉപയോഗിക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. പ്രതീക്ഷിച്ചിരുന്ന ധനം വന്ന് ചേരാനിടയുണ്ട്. നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. നിങ്ങളെല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ പറവിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് അവിചാരിതമായിട്ട് വന്നു ഭവിക്കുന്ന ആപത്തുകളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ ചില അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ചില സുപ്രധാനമായ കരാറുകളൊക്കെ ബിസിനസ്സുകാരൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകുന്നതാണ്. ദമ്പതി ഭാഗത്തിലൊക്കെ കലഹങ്ങളുണ്ടെങ്കിലും ചില വിട്ടുവീഴ്ചയൊക്കെ നിങ്ങൾ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മൃഗത്തിലുള്ള മറ്റ് ബന്ധുജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്നാലും ഒരു വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അക്ഷീണമായ പരിശ്രമങ്ങൾ മൂലം നഷ്ടങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു നിരാശാബോധമൊക്കെ, ദീർഘനാളായിട്ടുണ്ടായിരുന്ന നിരാശാബോധമൊക്കെ മാറിക്കിട്ടും. ഉറ്റ ബന്ധുവിൻ്റെ ഒരു ചുമതലകളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ധനപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമെങ്കിലും മാനസികമായിട്ട് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ പോലെയൊക്കെ നിങ്ങളെ തോന്നുന്ന സമയമാണ്. ജനസമ്മതി നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. പൊതുവെ ഗുണകരമായ സമയമാണെങ്കിലും ചില ചെറിയ ദോഷഫലങ്ങൾ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ ഗുണകരമാണ്. അതിന് വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. വെള്ളിയാഴ്ചകളിൽ ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ച് വേണ്ട വഴിപാടൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ സർവകാര്യ സിദ്ധിയും അല്ലെങ്കിൽ സർവകാര്യ ഫലം ലഭിക്കുന്നതാണ്. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാവർക്കും നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.